മോശേ ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ മറ്റേ നമ്മളെ അടുത്ത് കൈതപ്പുറത്തെ വെടിവെച്ച് വന്നു. ഒരു മനുഷ്യനെ വെടിവെച്ച് വന്നു. ആ മരിച്ചോ നമ്മളെ സ്ഥിരം ഈ വണ്ടിയിൽ വരുന്നതാണ്. മുഖം കണ്ടിട്ട് ഇങ്ങനെ എവിടെയൊക്കെ എവിടെ കണ്ടതായിട്ടൊരു തോന്നുന്നുണ്ട്. ആളെ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ പോലും പെരുമ്പടോ തിമിരിയാ അവിടെ വിഷയം അതൊരു കുടുംബ പ്രശ്നം എന്തോ ആണെന്ന് പറഞ്ഞത്. പക്ഷേ പേപ്പറിലല്ല നമ്മുടെ വാട്സപ്പിൽ വന്നിരിക്കുന്നത് BJP പ്രവർത്തകനെ പിടിച്ചൊന്നുമാണ്. അപ്പൊ ഞാനിങ്ങനെ വരുന്ന നോക്കുമ്പോഴേ അത് ഇത് കുടുംബ പ്രശ്നമാണ്. കാരണം അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയമല്ല, അതിൻ്റെ അകത്ത് അവന്റെ വീട് ഈ ചത്തവന്റെ വീടില്ലേ കോൺട്രാക്ടർ എടുത്തേക്കുന്ന കൊന്നവനാ. അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ കണ്ടൊക്കെ ബന്ധുക്കളും കൂടിയാന്ന് തോന്നുന്നു. അങ്ങനെ ഇതാന്ന് തോന്നുന്നു. അതുകൊണ്ടല്ല അല്ല അതൊരു അങ്ങനെയല്ല പക്ഷേ ഇതൊരു ശരി തന്നെ. ഇത് മാത്രമാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എവിടെ നോക്കിയാൽ ഈ കഴിഞ്ഞ ഏതാനും ഇതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം തളിപ്പറമ്പില് ബാങ്ക് ഉദ്യോഗസ്ഥർ അവരെ ബാങ്കിൽ കയറി വിളിച്ചിറക്കിയിട്ട് വെട്ടി ആ കേസ് പിരിക്കാൻ. നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ അരാജകത്വം. ഒരു ദിവസം ഒരു 2 കേസ് 3 കേസെങ്കിലും ഇതേപോലത്തെ ഇന്ന് അങ്ങോട്ട് തന്നെ തർക്കം റവന്യൂ ഉദ്യോഗസ്ഥന്മാരെല്ലാം മതി തീർക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴത്തേക്ക് ഇന്ന് ഉച്ചക്ക് കത്തിയെടുത്തിട്ട് മറ്റേ എതിർ കക്ഷിയെ അന്നേരം കുത്തിക്കുന്നു. മനുഷ്യജീവൻ മാത്രമല്ല, ഏതോ മനുഷ്യജീവനുള്ള ഒരാളെ കൊന്നിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് അതാണ് അതിന്റെ വിഷയം. നമ്മള് ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോ എല്ലാവരും കൂടിയിട്ട് അയ്യോ ബാവേ അത് അങ്ങനെ ഇങ്ങനെയാന്ന് പറയും. അത് അവിടെ കൊണ്ട് തീർന്നു. പിന്നീട് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കൊലപാതകം നടത്തിയ ഒരാളെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞൂടാ. ശിക്ഷ കിട്ടുന്നുണ്ട്, ശരിയാണ്. ഇപ്പൊ ജീവപര്യന്തം ഉണ്ടാവും, അല്ലാതെ ഉണ്ടാവും. പിന്നെ അവസാനം തുറന്ന ജയിലിൽ കൊണ്ടുവിടുന്നുണ്ട്. എന്താ പണി? ഓന്റെ വീട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഭക്ഷണം, നല്ല താമസം, എല്ലാ സൗകര്യങ്ങളും ഓന് കിട്ടുമ്പോ പിന്നെ എന്തെന്നാവണം. കഴിഞ്ഞ ദിവസം കണ്ടില്ല തുറന്ന ജയിലില് ഫോൺ ഉപയോഗിച്ചെന്നും പറഞ്ഞ് 2 പേരെ പിടിച്ചിട്ട് തിരിച്ച് സെൻട്രൽ ജയിലോട്ട് വിട്ടു. തുറന്ന ജയിൽ വെള്ളടിക്കാൻ നാട്ടാനാക്കിട്ട് മെരുക്കി എടുത്തിട്ട് കൊണ്ടിരുന്നില്ലേ, അതേപോലെയാണ് ഈ തുറന്ന ജയിലിലേക്ക് വിടുന്നത്. തുറന്ന ജയിലേ നമ്മള് തുറന്ന ജയിലിന് പിന്നെ വെള്ളടിക്കാൻ പോയ 2 കഴിഞ്ഞ സംഭവിച്ചോണ്ടിരുന്നത് സംഭവം. പക്ഷെ അതിന്റെ വിഷയം നേരല്ല, ആയുധങ്ങളോട് ഇപ്പൊ ഒരു പന്നീനെ നമ്മൾ വെടിവെച്ച് ഒന്നിപ്പിക്കാനുണ്ട്, ശിക്ഷിക്കാനുണ്ട്. ഏതൊരു ഭാഗത്ത് തന്നെ ഒരു ഉടുമ്പിനെ കിട്ടിയിട്ട് ഉടുമ്പിനായാലും തിന്നിട്ടൊന്നുമില്ല. അബദ്ധത്തിൽ വണ്ടി പോകുമ്പോൾ തട്ടിപ്പോയി ഉടുമ്പ് ചത്തു. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനകത്ത് കിടന്നു. അതെ അല്ല ഞാൻ പറഞ്ഞത് ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടില് മൃഗങ്ങൾക്ക് വിലയുണ്ട്, അല്ല പ്രത്യേകിച്ച് കാട്ടുമൃഗങ്ങൾക്ക്. പക്ഷെ മനുഷ്യന് വിലയില്ല. കാട്ടുമൃഗം മാത്രമല്ല, പട്ടിനെ തൊട്ട് നോക്കിയാ നീ പട്ടിയെ തൊട്ട് നീ മാത്രമല്ല പോയിട്ട് അതിൽ വേറെ വിഷയം എന്നറിയോ, ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിയമം തെറ്റിച്ചാലേ നിയമത്തിന്റെ വില അറിയില്ല പറഞ്ഞതൊക്കെ. ഇവിടെ നാട്ടിലെ തോക്ക്, ഈ പറഞ്ഞ കത്തി, ഈ സാധനങ്ങളൊക്കെ ആയുധങ്ങളൊക്കെ സുലഭമായി ലഭിക്കുന്നുണ്ട് അല്ലേ? ഒരു വൈക്കൊക്കെ പോയിട്ട് പന്നീനെ നോക്കി വരുന്ന വഴി നോക്കിയിട്ട് പോകും, എന്നിട്ട് ഇപ്പുറത്തെ വൈക്കൊക്കെ പോയിട്ട് അതിനെ വെടി വെച്ചിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. എല്ലായിടത്തും നടക്കുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അതിന് നമ്മളൊരിക്കലും ഒരു കണക്കിന് ഇത്രയെങ്കിലും ഇതുങ്ങളെ പന്നിയെ പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കേണ്ടി വരുമല്ല, നമ്മളെല്ലാം കാട് കയറേണ്ടി വരും. ഇവിടെ ഒരു സാധനം ഉണ്ടാവില്ല. ഇന്നലെ ഏതോ ന്യൂസ് ചാനലിൽ മറ്റേ ഇടയോ തിരുമേനിയോ മറ്റോ പന്നി ഒരു കൃഷിക്കാരന്റെ മുഴുവൻ നമ്മളെ ചാനലല്ലേ പന്നി കുത്തിയിട്ട് നശിക്കാന്നുള്ളത് ഇപ്പൊ ഒരു തമാശയായിട്ട് പറയും. ഇവൻ നല്ല ഷാർപ്പ് വെടിക്കാരനാണ്. അതിപ്പം ഇന്ന് മനസ്സിലായല്ലോ, ഷാർപ്പാണ്. അത് മാത്രല്ല, പതിനാറ് നേരത്തെ പറഞ്ഞില്ല ഇവൻ മറ്റേ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഇത് ലാസ്റ്റ് എന്താന്ന് അറിയാം സുരേഷേ, രാഷ്ട്രീയ നമ്മൾ പറയുമ്പോ മറ്റേ ഈ ഇത്തരം കൊലപാതകങ്ങളും പിന്നെ ക്രമസമാധാന പിന്നെ ഇതിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തെ വെച്ച് ഏറ്റവും നല്ല ഞാനത് പറയുന്നത് അറിയോ, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഈ കുറെ അനാവശ്യ കമ്മീഷനുകളുണ്ട്, ഇതെല്ലാം എടുത്തു കാണും. ഇവരാവശ്യമില്ലാതെ ഇടപെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾക്കും വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷന്റെ ആ ഒരു ഇതാണ് നമ്മുടെ DPP പോലത്തെ പരിപാടി വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഇന്ന് അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിൽ യാതൊരു വിലയില്ലാത്ത അധ്യാപകരെ പേടിയില്ലാത്ത രീതിയിൽ ഉള്ളൊരു മാറ്റം. ഇന്ന് ഈ കാണുന്ന സ്കൂളുകളിൽ കാണുന്ന ക്രൈമിന് 99% ഉത്തരവാദിയായി. വേറൊരു വിഷയമുണ്ട്, പക്ഷേ ഒരു കുഞ്ഞി ഒരു ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിച്ചാൽ
ആ കുഞ്ഞിക്ക് മാർക്കില്ല നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്. അതെ അതെ. ഇന്നൊരു കുഞ്ഞ് ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യം മാത്രം എഴുതി വെച്ചാൽ ഒരു കാൽ ഭാഗം മാർക്കാനും കൊടുക്കണം. അല്ല അതോടുകൂടി ഓനെന്നില്ലത്. അതിലിപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് പോയല്ലോ. ഇപ്പോൾ പല കാര്യങ്ങളിലും ഇപ്പോൾ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങൾ ക്രൈമിൻ്റെ നിയമ പരിഷ്കരണത്തിൻ്റെ കാര്യത്തിലായാലും കാലാകാലങ്ങളിലെ മാറ്റങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അത് തെറ്റോ ശരിയോ എന്നുള്ള മാറ്റങ്ങളൊക്കെ വേണം. ഗുരുകുലത്തിൽ നിന്നല്ലേ ഇപ്പൊ ഇങ്ങോട്ട് എത്തിയത്. മാറ്റങ്ങൾ വേണ്ട നമ്മൾ പറയുന്നത്. മാറ്റങ്ങൾ വേണം, പക്ഷെ ആ മാറ്റങ്ങൾ അധ്യാപകനിലും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുകയാണല്ലോ. ഇപ്പം എന്ന് പറഞ്ഞാൽ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളാണല്ലോ ബാംഗ്ലൂരും അമേരിക്കയിലും പിന്നെ മറ്റേ ഇറ്റലിയിലും ഒക്കെ പോയിട്ട് പണിയെടുക്കുന്നതും അവരെ ജീവിതം. അതേ കുട്ടികളിലെ എന്തുകൊണ്ട് വീട്ടുകാർക്കൊരു ശ്രദ്ധ വേണം. അധ്യാപകനല്ല. അല്ല കോയിന്നേട്ടാ, നേരത്തെ മാഷ് പറഞ്ഞ പോലെ വീട്ടുകാർ കുറച്ച് കപ്പ കലക്കിട്ട് ഇപ്പൊ അല്ല 200 രൂപ കൊടുത്തിട്ട് കപ്പ പറഞ്ഞു കപ്പ പറഞ്ഞു കിട്ടാതെ. അപ്പൊ നമുക്ക് ഇതിങ്ങനെ പറഞ്ഞു കൊണ്ട് നീണ്ടു പോകുന്നുള്ളൂ. പാമ്പിന്റെ പറഞ്ഞ മാതിരി എന്തായാലോ ഞാനതിന് തൊണ്ടി കളഞ്ഞു പറഞ്ഞ മാതിരി അത് വേണ്ട. നമുക്ക് കുഞ്ഞിരാമന്റെ ഭാഷയിൽ പറഞ്ഞാലേ ഇതെല്ലാം ശരിയാവണമെങ്കിൽ അയ്യപ്പൻ വ്യാജന നടക്കുള്ളൂ. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയാണ്. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771555.